നമ്മളിനി അടുത്തത് നോക്കാൻ പോണത് റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ വരുന്ന വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിലാണ് നമ്മൾ കട്ട് ചെയ്ത DNA കയറ്റാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് വെക്ടർ. അപ്പൊ അതാണ് ഇവിടെ പറയണത്. ഒരു മിനിറ്റ്. ഓക്കെ. സോ വെക്ടർ എന്ന് പറയുന്നത് ഒരു ടൂള് നമ്മൾ ഓൾറെഡി കണ്ടു. എൻസൈംസ് ഏതൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻസൈംസ് എന്ന് പറഞ്ഞു. ഇനി വെക്ടർ ആണ്. അപ്പോൾ എന്തിലേക്കാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസയേർഡ് ആയിട്ടുള്ള ഫോറിൻ DNA ഹോസ്റ്റ്, അതായത് ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് കട്ട് ചെയ്ത പാർട്ട് മാത്രം കയറ്റാൻ പറ്റില്ല, അത് വേറൊരു DNA അറ്റാച്ച് ചെയ്തിട്ട് ഒരു റീകോമിനന്റ് DNA ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ആളാണ് വെക്ടേഴ്സ്. സോ വെക്ടേഴ്സ് ആർ ദ DNA മോളിക്യൂൾസ് വിച്ച് ക്യാൻ ക്യാരി എ ഫോറിൻ DNA ഫ്രാഗ്മെന്റ് ടു ബി ക്ലോൺഡ്. ഏതൊരു ഫോറിൻ DNA അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന DNA ആണ് നമുക്ക് കുറെ കോപ്പീസ് ഉണ്ടാക്കേണ്ടത്, അതിനെ ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള വേറെ DNA മോളിക്യൂൾസിനെയാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ആ വെക്ടേഴ്സിൽ അറ്റാച്ച് ചെയ്തിട്ട് ഹോസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് അതിൻ്റെ ഉള്ളിൽ മൾട്ടിപ്ലൈ അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് വെക്ടേഴ്സിന്റെ പേര് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കിയ എക്സാമ്പിൾസിൽ പ്ലാസ്മിഡ്സ് ആയിരുന്നു. അത് കൂടാതെ ബാക്ടീരിയോഫേജ്, ദാറ്റ് മീൻസ് വൈറസസ് അറ്റാക്കിംഗ് ബാക്ടീരിയ, കോസ്മിഡ്സ്, ഫാസ്മിഡ്സ്, ആർട്ടിഫിഷ്യൽ ക്രോമസോംസ്, അതൊക്കെയാണ് എക്സാമ്പിൾസ്. അപ്പോൾ ഒരു വെക്ടറിന് വേണ്ട നല്ലൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ഐഡിയൽ ആയിട്ടുള്ള നല്ല വെക്ടറിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഹോസ്റ്റ്, അതായത് ഇത് ജോയിൻ ചെയ്യിപ്പിച്ചതിന് റീകോമ്പിനന്റ് DNA ആക്കിയതിന് ശേഷം ഹോസ്റ്റിന്റെ ഉള്ളിൽ, അതായത് ഒരു ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് കടത്തി വിട്ടാൽ അതിന്റെ ഉള്ളിൽ ഇത് റെപ്ലിക്കേറ്റ് ചെയ്യണം. അതായത് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇതും മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ ഇതിന് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈമിന് കട്ട് ചെയ്യാനുള്ള സൈറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഓട്ടോണോമസ് റെപ്ലിക്കേഷന് പോസിബിൾ ആയിരിക്കണം. പിന്നെ സ്മോൾ സൈസ്, ലോ മോളിക്കുലർ വെയിറ്റ്, ഇതൊക്കെ അങ്ങനത്തെ കുറെ പ്രോപ്പർട്ടീസ് ആണ് നല്ലൊരു വെക്ടറിന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എന്താണ് വെക്ടർ എന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് പറയാം: ദ DNA വിച്ച് ആക്ട് ആസ് എ കാരിയർ ഇസ്, അതിനെയാണ് വെഹിക്കിൾ DNA അല്ലെങ്കിൽ വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഏതൊക്കെയാണ് വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യണത് എന്നാണ് ഇവിടെ പറയണത്. ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമുക്ക് അതിലത്തെ ഓരോന്നിനെയും നമുക്കിനി നോക്കാം. ഫസ്റ്റ് ആണ് പ്ലാസ്മിഡ്സ്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ റൗണ്ട് ഷേപ്പിൽ പ്ലാസ്മിഡ് ഉണ്ട്. ഇതിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിലാണ് അറ്റാച്ച് ചെയ്യണത്. അപ്പൊ ആ വെക്ടറിൽ ഒരു ടൈപ്പ് മാത്രമാണ്. ശരിക്കും ഇതാണ് ഈ ഗ്രീൻ കളർ ഒരു ബാക്ടീരിയ ആണെങ്കിൽ ബാക്ടീരിയയുടെ നോർമൽ DNA എന്ന് പറയുന്നത് ഈ റെഡ് കളറിൽ ഇങ്ങനെ കിടക്കുന്നതാണ്. ഇത് കൂടാതെയുള്ള ഒരു എക്സ്ട്രാ ക്രോമസോം അല്ലെങ്കിൽ എക്സ്ട്രാ DNA ആണ് പ്ലാസ്മിഡ്. അപ്പൊ പ്ലാസ്മിഡിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ പ്ലാസ്മിഡ് എന്ന് പറയുന്നത് എക്സ്ട്രാ ക്രോമസോമൽ DNA ഇൻ ബാക്ടീരിയ, സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, ഡബിൾ സ്ട്രാൻഡഡ് ആണ്, ചെറിയ സീക്വൻസ് ആണ്, സർക്കുലർ ഷേപ്പ് ആണ്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സുകളും ക്യാരക്ടേഴ്സുകളാണ് ഇതിന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു പ്ലാസ്മിഡിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതാണ് PBr322. PBr322 എന്ന് പറയുന്ന ഒരു വെക്ടറാണ്. PBr322. അപ്പൊ PBr322 എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് എഴുതാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ PBr322 എന്ന് പറയുന്നത് ഒരു പ്ലാസ്മിഡ് ആയിട്ടുള്ള ഒരു ക്ലോണിങ് വെക്ടറാണ്. മനസ്സിലായില്ല? അത് കയറ്റി വിടുന്നത് ഈക്കോളൈ ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് കയറ്റി വിടാൻ പറ്റിയിട്ടുള്ള ഒരു വെക്ടറാണ് PBr322. ഇനി ഇതിന്റെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഇതിന്റെ ഫുൾ ഫോം എന്താണ്? P എന്ന് പറയുന്നത് അതൊരു പ്ലാസ്മിഡ് ആണ്. പിന്നെ BR എന്ന് പറയുന്നത് രണ്ട് സയന്റിസ്റ്റുകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്, ബൊലിവർ ആൻഡ് റോഡ്രിഗസ്. 322 എന്ന് പറയുന്നത് അതിന്റെ ഒരു നമ്പറാണ്. അത്രേ ഉള്ളൂ, വേറെ അതൊന്നുമില്ല. ഇതാ ഒരു വെക്ടറിന്റെ പേരാണ്. ഇത് 1977 കണ്ടുപിടിച്ചത്. പിന്നെ ഇതൊരു നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലാസ്മിഡ് ആണ്. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലാസ്മിഡ് ആണ്. ഒരുപാട് സ്റ്റഡീസ് ഇതിൽ നടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്ലാസ്മിഡ്, ഈ ഒരു PBr322ന്റെ സ്ട്രക്ചറിൽ വരുന്ന ഭാഗങ്ങളാണ് ഇത്. അതായത് ഇവിടെ പേരുകൾ കാണില്ല. ICOR1, PSTL, BAMH1, ഇതൊക്കെ നിങ്ങൾ നേരത്തെ റെസ്ട്രിക്ഷൻ എൻസൈംസുകളുടെ പേരുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ, ഇല്ലേ? പേരിടുന്നത് എങ്ങനെയാന്നൊക്കെ. അപ്പൊ ഇതൊരു റെസ്ട്രിക്ഷൻ എൻസൈമാണ് PST1, ICOR1, BAMH1 എന്നൊക്കെ പറയണത്. അപ്പൊ ഇതൊക്കെ എന്ത് ഇതിൽ കൊടുത്തിരിക്കണേ?
BAM-H1 എന്ന് പറഞ്ഞൊരു റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വന്നിട്ട് കട്ട് ചെയ്യുക, ഈ ബ്ലൂവിന്റെ ഈ അറ്റവും ഇവിടെ കട്ട് ചെയ്തിട്ടായിരിക്കും മാറ്റുക. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന DNA ഇതിന്റെ ഉള്ളിൽ കയറ്റാൻ പറ്റും. ഇനി സപ്പോസ് നമ്മൾ ഈ പ്ലാസ്മിഡിൽ യൂസ് ചെയ്യണ റെസ്ട്രിക്ഷൻ എൻസൈം EcoR1 ആണെങ്കിൽ EcoR1 കട്ട് ചെയ്യണത് ഇവിടെ വന്നിട്ടായിരിക്കും കട്ട് ചെയ്യുക. അങ്ങനെ ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ കട്ടിങ് സൈറ്റ്സുകളാണ് ഈ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അത് കൂടാതെ പല റെസിസ്റ്റൻസ്, അതായത് ഇതൊരു ബാക്ടീരിയയുടെ ഉള്ളിലുള്ള ഒരു പ്ലാസ്മിഡ് അല്ലേ, ബാക്ടീരിയക്ക് എതിരായിട്ട് കൊടുക്കുന്ന, നമ്മൾ കൊല്ലാൻ കൊടുക്കുന്ന കെമിക്കലാണ് ആന്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്. അപ്പൊ അങ്ങനെയുള്ള ആന്റിബയോട്ടിക്സിന്റെ എക്സാമ്പിൾസ് ആണ് ആംബിസിലിൻ, ടെട്രാസൈക്ലിൻ ഒക്കെ. അപ്പൊ അങ്ങനെ അവരെ അതിൽ നിന്നും, ഇങ്ങനെയുള്ള ആന്റിബയോട്ടിക്സിൽ നിന്നും ആ ബാക്ടീരിയനെ രക്ഷിക്കാനുള്ള ജീനുകൾ ഈ ഒരു ഭാഗത്താണ് കാണുന്നത്. അപ്പൊ ആംബിസിലിൻ എന്ന് പറഞ്ഞൊരു ആന്റിബയോട്ടിക് ആണെങ്കിൽ അതിൽ നിന്ന് ആ ജീനിനെ രക്ഷിക്കാനുള്ള ജീൻ ഇവിടെ ഉണ്ടാവും. ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന്റിബയോട്ടിക്കിൽ നിന്ന് രക്ഷിക്കാനുള്ള ജീൻ ഇതിലുണ്ടാവും. അതൊക്കെ എല്ലാ പ്ലാസ്മിഡിലും ഉണ്ടാവും കേട്ടോ. അപ്പൊ ജനറൽ ആയിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ് പ്ലാസ്മിഡ്, അതൊരു ക്ലോണിങ് വെക്ടർ ആണ്. അതിന്റെ കുറെ ഫീച്ചേഴ്സ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലോണിങ് വെക്ടർ ആണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. പ്ലാസ്മിഡിലുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് PBr322. അതിന്റെ പേരെങ്ങനെയാണ് വന്നതെന്നുള്ളത് അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ സ്ട്രക്ചറിൽ ഏതൊക്കെ കുറെ റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ഉണ്ട്. ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീൻ ഉണ്ട്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ ഉണ്ട്. കണ്ടോ? അപ്പൊ ഇതൊരു റെസ്ട്രിക്ഷൻ സൈറ്റ്, ഇത് റെസ്ട്രിക്ഷൻ 1 2 3 4 റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ആണ് ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതാ മാർക്കർ സൈറ്റ്സ് ആണ്. ആംബിസിലിൻ റെസിസ്റ്റൻസ് സൈറ്റ്, അതുപോലെ തന്നെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് സൈറ്റ്. അപ്പൊ ഇത് 2 ആന്റിബയോട്ടിക്സ് ആണ്. അപ്പൊ ഇത് പിന്നെ ലാസ്റ്റ് ഈ ഒരു ഭാഗത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മൾ അപ്പോൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. PBr322 വേറെ പ്രത്യേകതകളാണ് 40. ഇപ്പൊ നമ്മൾ ചിലത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. 40 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസിന് വന്ന് കട്ട് ചെയ്യാനുള്ള സൈറ്റുകൾ ആ ഒരു വെക്ടറിൽ ഉണ്ട് എന്നാണ് പറയണത് കേട്ടോ. അതിൽ 11 ഭാഗങ്ങളും കാണുന്നത് അതിന്റെ ടെട്രാസൈക്ലിനോട് റെസിസ്റ്റൻസ് കൊടുക്കുന്ന ജീനിന്റെ ഭാഗത്താണ് കട്ട് ചെയ്യണ കാര്യങ്ങൾ കിടക്കുന്നത്, റീജിയൻസ്. ബാക്കി കുറെ എണ്ണം 9 എണ്ണം കാണുന്നത് ആംബിസിലിൻ റെസിസ്റ്റൻസിന്റെ ഭാഗത്താണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആംബിസിലിൻ എന്ന് പറഞ്ഞൊരു ആന്റിബയോട്ടിക് ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു ബാക്ടീരിയക്ക് റെസിസ്റ്റൻസ് കൊടുക്കുന്ന ജീനിൽ വന്നിട്ട് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ജീൻ പിന്നെ വർക്ക് ചെയ്യോ? ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇത് ശരിക്കും കട്ട് നടന്നോ എന്നുള്ളതൊക്കെ മനസ്സിലാണ്. അങ്ങനത്തെ ആന്റിബയോട്ടിക് ഇട്ട് കൊടുക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള റെസിസ്റ്റൻസ് വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ ജീൻ കട്ടായി പോയിട്ടുണ്ട്, ആ ജീനിന്റെ അപ്പൊ കറക്റ്റ് ആയിട്ട് കട്ടിങ് നടന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇങ്ങനത്തെ റെസിസ്റ്റൻസിന്റെ ജീനുകളെ യൂസ് ചെയ്യണത്. അപ്പോ കണ്ടോ, നേരത്തെ പറഞ്ഞ പേരുകൾ ഇതൊക്കെയാണ്. ഈ എൻസൈംസിനൊക്കെ വന്ന് കട്ട് ചെയ്യാനുള്ള ഭാഗങ്ങൾ പ്ലാസ്മിഡിലുണ്ട്. അപ്പൊ പല എൻസൈംസിന്റെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ജീനിനെ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് DNA ആഡ് ചെയ്തിട്ട് ഈ ഒരു വെക്ടറിലേക്ക് അത് ആഡ് ചെയ്യുമ്പോൾ അതൊരു റീകോമിനന്റ് DNA ആവും. അതിനെ എന്നിട്ട് എടുത്തിട്ട് ഒരു ഹോസ്റ്റ്, ബാക്ടീരിയയുടെ ഉള്ളിൽ കൊണ്ടുവയ്ക്കുന്നു. ഹോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇത് നമ്മൾ ഉദ്ദേശിച്ച ജീനിന്റെ അളവ് കൂടി വരികയാണ് ചെയ്യണത്. അപ്പൊ അതാണ് ഫസ്റ്റ് വെക്ടർ PBr322 പ്ലാസ്മിഡ് വെക്ടർ ആണ്. ഇനി ഞാൻ പറഞ്ഞു പ്ലാസ്മിഡ്സ് മാത്രമല്ല, കുറച്ചും കൂടെ വലിയ DNA യൂസ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വേറെയും വെക്ടേഴ്സ് ഉണ്ട്. അടുത്തൊരു വെക്ടറാണ് വൈറസ്. വൈറസ് എന്ന് പറയുന്നത് മറ്റൊരു ഓർഗാനിസം ആണ് അല്ലെ. വൈറസ് വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ് വൈറസസും ഉണ്ട്, ആനിമൽ വൈറസസും ഒക്കെയാണ് കോമൺ ആയിട്ട് ക്ലോണിങ് വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ആനിമൽ വൈറസിന് എക്സാമ്പിൾസ് ആണ് ബൊവൈൻ പാപ്പിലോമ വൈറസ്, വാക്സീനിയ വൈറസ്, റിട്രോ വൈറസ്, അഡിനോ വൈറസ്. ഇതിൽ പ്ലാന്റ് പറഞ്ഞു, അതിന് എക്സാമ്പിൾ ആണ് കോളിഫ്ലവർ മൊസൈക്ക് വൈറസ്, ടുബാക്കോ മൊസൈക്ക് വൈറസ്. ഇങ്ങനെയുള്ള വൈറസുകളെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലും ഈ പറഞ്ഞ നമ്മൾ ഉദ്ദേശിക്കുന്ന DNA കട്ട് ചെയ്ത് കയറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് വൈറസ് വെക്ടറായിട്ട് ആക്ട് ചെയ്യണം. അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ, ഒരു വൈറസിനെ വെക്ടറായിട്ട് എടുക്കുമ്പോഴുള്ള പ്രത്യേകതകൾ, ജീനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ആയിട്ട്. നല്ല എന്താ പറയാ, പവർഫുൾ പ്രൊമോട്ടേഴ്സ് ഉണ്ട് അവർക്ക്. പിന്നെ ജീൻ സെൽഫ് റെപ്ലിക്കേഷൻ, അതായത് ഡിവിഷൻ നടന്ന് പുതിയ കുറെ കോപ്പീസ് ഉണ്ടാക്കാനൊക്കെ പറ്റുന്നതാണ് പറയണത്. അപ്പൊ അതിലൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ പ്ലാസ്മിഡിൽ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത് PBr322 ബാക്ടീരിയോഫ്. നമ്മളിപ്പോ ഇപ്പൊ പറയുന്നത് ഇത് വൈറസ് വെക്ടർ. അതിന് എക്സാമ്പിൾ ആണ് ബാക്ടീരിയോഫേജ്.
ബാക്ടീരിയോഫേജ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ബാക്ടീരിയോഫേജ് എന്ന് പറയണത് വൈറസിലെ ഏതൊരു വൈറസ് ആണോ ബാക്ടീരിയനെ നശിപ്പിക്കാൻ പോണത് അങ്ങനെയുള്ള വൈറസിനെ ജനറൽ ആയിട്ട് വിളിക്കുന്ന പേരാണ് ബാക്ടീരിയോഫേജ്. അല്ലാതെ ഇതൊരു ബാക്ടീരിയ അല്ല. ഫേജ് ദാറ്റ് അറ്റാക്സ് ബാക്ടീരിയ. ഫേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് വൈറസ്. ബാക്ടീരിയനെ ഏത് വൈറസ് ആണോ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാൻ പോണത് അങ്ങനെയുള്ള വൈറസുകളെ വിളിക്കുന്ന പേരാണ് ബാക്ടീരിയോഫേജ്. അപ്പൊ ഇത് കണ്ടുപിടിച്ചത് ഫ്രെഡറിക് അതുപോലെ തന്നെ ഫെലിക്സ് എന്ന് പറഞ്ഞ 2 സയന്റിസ്റ്റുകളാണ് കേട്ടോ. സോ ദ ബാക്ടീരിയോഫേജ് എന്നുള്ള വേർഡിന്റെ അർത്ഥം ബാക്ടീരിയനെ ഈറ്റ് ചെയ്യുന്നു. കാരണം ഇത് ബാക്ടീരിയനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ബാക്ടീരിയോഫേജിനൊരു നല്ല ഭംഗിയുള്ള ഒരു സ്ട്രക്ചറാണ് കേട്ടോ. ഒരു ഇതാ ഇവിടെ ഉണ്ടോ, ഇതാണ് ഒരു ബാക്ടീരിയോഫേജിന്റെ സ്ട്രക്ചർ. ഒരു ക്യാപ്സിഡ് ഹെഡ്, അതിന്റെ ന്യൂക്ലിക് ആസിഡ് ഉണ്ടായിരിക്കും അതിൻ്റെ ഉള്ളില്, കോളറ്, ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് ബാക്ടീരിയോഫേജ്. ലാംഡ ഫേജ്, M13 ഫേജ് ഒക്കെയാണ് ബാക്ടീരിയോഫേജിന് എക്സാമ്പിൾസ് ആയിട്ട് പറയണത്. കണ്ടോ, ബാക്ടീരിയോഫേജ് എന്ന് പറയുമ്പോൾ പ്ലാസ്മിഡിനെക്കാട്ടും വലിയ DNA നമുക്ക് ഇതിൽ ഒട്ടിച്ചു വെക്കാൻ പറ്റും. 53 കിലോബേസ് ലെങ്ത് ഉള്ള DNA. പക്ഷേ പ്ലാസ്മിഡിൽ അത്രയും വലുതൊന്നും പറ്റില്ല. ഇത്തിരി വലുതാണെങ്കിൽ ബാക്ടീരിയോഫേജിലും, ചെറിയ വല്ല കഷ്ണമാണെങ്കിൽ പ്ലാസ്മിഡിലേക്കുമാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പൊ ബാക്ടീരിയോഫേജിന്റെ എക്സാമ്പിൾസ് ആണ് ലാംഡ ഫേജും അതുപോലെ തന്നെ M13 ഫേജും ട്ടാ. അതന്നെയാണ് ഇവിടെ പറയണത്, ലാംഡ ഫേജ്, M13 ഫേജ്. അപ്പോൾ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത് ആക്ച്വലി വൈറസസ് ദാറ്റ് അറ്റാക്സ് ബാക്ടീരിയ. അവർ കുറച്ചും കൂടെ പ്ലാസ്മിഡിനെക്കാട്ടും സ്പെഷ്യലൈസ്ഡ് ആണ്. പ്ലാസ്മിഡിനെക്കാട്ടും വലിയ DNA ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. കണ്ട് ഏകദേശം എത്രയാന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പ്ലാസ്മിഡ് എന്ന് പറയുന്നത് 10 കിലോബേസിനെക്കാട്ടും താഴെയുള്ള ചെറിയ DNA കഷ്ണങ്ങൾ മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ. പക്ഷെ ബാക്ടീരിയോഫേജിൽ കുറച്ചും കൂടെ വലുതിനെ കയറ്റാൻ പറ്റും. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ കേട്ടാ. ഇനി അടുത്തത്, അപ്പൊ 2 വെക്ടർ കഴിഞ്ഞു, പ്ലാസ്മിഡ് കഴിഞ്ഞു. അതിന് എക്സാമ്പിൾ PBr322. രണ്ടാമത് പറഞ്ഞത് ഏതായിരുന്നു? വൈറസുകളാണ്. അതിൽ വന്നതാണ് ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജിന് 2 എക്സാമ്പിൾസ് ആണ്, ലാംഡ ഫേജും M13 ഫേജ്. ഇനി പ്ലാസ്മിഡിനെയും ലാംഡ ഫേജിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു വെക്ടർ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കോസ്മിഡ്. അതായത് ഹൈബ്രിഡ് ക്ലോണിംഗ് വെക്ടർ യൂസ്ഡ് ഫോർ ക്ലോണിംഗ് ലോങ് ഫ്രാഗ്മെന്റ്സ്. ഇനി പ്ലാസ്മിഡിലും അതുപോലെ തന്നെ ഫേജിലും വെക്കാൻ പറ്റാത്ത കുറച്ചും കൂടെ വലിയൊരു DNA ആണെങ്കിൽ അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കോസ്മിഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് രണ്ടിന്റെയും കൂടെ ഹൈബ്രിഡ് ആണ്. പ്ലാസ്മിഡ് പ്ലസ് ലാംഡ ഫേജിന്റെ ഹൈബ്രിഡ് ആണ് കോസ്മിഡ് എന്ന് പറയുന്നത്. ഇതാ, അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, കപ്പാസിറ്റി എന്ന് പറയുന്നത് ഫേജിനെക്കാട്ടും, നമ്മൾ നേരത്തെ പറഞ്ഞു ബാക്ടീരിയോഫേജിനെക്കാട്ടും 2 ഇരട്ടി വലുപ്പമുള്ളതിനെ അറ്റാച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിനുണ്ട്? കോസ്മിഡിനുണ്ട്. ഇതാണ് ഒരു കോസ്മിഡിന്റെ സ്ട്രക്ചർ കേട്ടോ. ഇനി അടുത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ പറയുന്ന അവസാനത്തെ ഗ്രൂപ്പാണ് വെക്ടറിലുള്ളത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ക്രോമസോംസ്. അപ്പോൾ വലിയ സ്ട്രെച്ച് ഓഫ് DNA കോപ്പീസ് ഉണ്ടാക്കണമെങ്കിൽ ഇത് ആർട്ടിഫിഷ്യൽ ആയിരിക്കും. അതാണ് അടുത്തത്. പ്ലാസ്മിഡ്, ഫേജ്, പിന്നെ അതുപോലെ കോസ്മിഡ്, അതാണ് ഈ ഹൈബ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിനൊന്നും ക്യാരിയും ചെയ്യാൻ പറ്റാത്ത വലിയ ലാർജ് ജീൻസ് ആണെങ്കിൽ അതിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ക്രോമസോംസ്. സോ ആർട്ടിഫിഷ്യൽ ക്രോമസോംസ് ആർ ജനറലി ജനറ്റിക്കലി ക്രിയേറ്റഡ് ക്രോമസോംസ് വിത്ത് സെൻട്രോം. ഒരു ക്രോമസോമിന്റെ സ്ട്രക്ചർ പോലെ സെൻട്രോമിയറും അതൊക്കെ ഉള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ കുറച്ചും കൂടെ വലിയ പീസ് ഓഫ് DNA, സ്ട്രെച്ച് ഓഫ് DNA ക്യാൻ ക്യാരി ബൈ ദ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് ആർട്ടിഫിഷ്യലി. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് YAC, ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം, ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, അങ്ങനത്തെ പല പേരുകളിലുള്ള ആർട്ടിഫിഷ്യൽ ക്രോമസോംസ് ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് YAC, ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. അത് ജനറ്റിക്കലി എഞ്ചിനീയർ ചെയ്ത നീട്ടത്തിലുള്ള ഒരു വെക്ടറാണ്. പിന്നെ അതിലുള്ള ഭാഗങ്ങളാണ് സെൻട്രോമറിക് സീക്വൻസ് ഉണ്ട്, റിപ്ലിക്കേറ്റിംഗ് സീക്വൻസ് ഉണ്ട്, ടീലോമറിക് സീക്വൻസ് എന്ന് പറഞ്ഞ റീജിയൻസ്. കണ്ടോ, റൗണ്ട് അല്ല, ശരിക്കും ലീനിയർ ആണ്. പക്ഷെ അത് സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ സർക്കുലർ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. കണ്ടോ, ടീലോമർ ഇവിടെ കട്ട് ചെയ്താൽ അത് അങ്ങോട്ട് നിവരും. അപ്പൊ അതേ ഇതുപോലെ ഇരിക്കും. ഇവിടെ ആയിരിക്കും അപ്പൊ ഇതിന്റെ സെൻട്രോമിയർ റീജിയൻ. സെൻട്രോമിയർ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്
വെക്ടറുകൾ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് എൻസൈംസ് പഠിച്ചു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻസൈംസ് പഠിച്ചു. ഇനി എൻസൈംസിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈർഡ് ജീനിനെ ക്യാരി ചെയ്യാനുള്ള ആളാണ് വെഹിക്കിൾ അല്ലെങ്കിൽ വെക്ടർ എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടറുകൾ പഠിച്ചു. പ്ലാസ്മിഡിന് എക്സാമ്പിൾ ആണ് PBr322. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? അപ്പൊ ഏറ്റവും ചെറിയ 10 കിലോ ബേസിനെക്കാട്ടും താഴെ വലിപ്പമുള്ള DNA സീക്വൻസിനെ ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ് പ്ലാസ്മിഡ്. അടുത്തതാണ് ഫേജ് വെക്ടേഴ്സ് അല്ലെങ്കിൽ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത് വൈറസസ് ദാറ്റ് അറ്റാക്കിംഗ് ബാക്ടീരിയ. ലാംഡ ഫേജും M13 ഫേജസും ആണ് അതിന്റെ എക്സാമ്പിൾസ്. അപ്പോൾ ഒരു പ്ലാസ്മിഡിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റാത്ത കുറച്ചും കൂടെ ലെങ്ത് ഉള്ള സീക്വൻസ് ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? ബാക്ടീരിയോഫേജിലേക്ക് അല്ലെങ്കിൽ ഫേജ് വെക്ടേഴ്സ്. അതിൽ ആനിമൽ വൈറസസും പ്ലാന്റ് വൈറസസ് ഒക്കെ ഉണ്ട്. അപ്പൊ എക്സാമ്പിൾസ് ആയിട്ട് M13 ഫേജും ബാക്ടീരിയോഫേജും. ഇനി ഈ ആദ്യം രണ്ട് പറഞ്ഞ ഇപ്പോൾ പ്ലാസ്മിഡും ഫേജും അല്ലെങ്കിൽ വൈറസ് എന്ന് പറഞ്ഞില്ലേ, അവരെ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള വെക്ടറാണ് കോസ്മിഡ്. അപ്പൊ ഇവരെക്കാട്ടും വലിയൊരു സ്ട്രെച്ച് ഓഫ് DNA ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ് കോസ്മിഡ് എന്ന് പറയുന്നത്. ഇനി ഇതിലൊന്നും ക്യാരി ചെയ്യാൻ പറ്റാത്ത വളരെ വലിയ ഹയർ ഓർഗാനിസത്തിന്റെ ക്രോമസോമിന്റെ കോപ്പിയൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ക്രോമസോംസ്. ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ, ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, മെയ്സ് ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോംസ് ആണ് കേട്ടോ. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി എന്താണ് റീകോമ്പിനന്റ് അപ്പൊ ഇതൊക്കെയാണ് ടൂളുകൾ, ഉപകരണങ്ങൾ അല്ലെങ്കിൽ റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇനി റീകോമ്പിനന്റ് DNA ടെക്നോളജി എങ്ങനെയാണ്? നമ്മൾ തുടക്കത്തിൽ അത് ഓൾറെഡി പറഞ്ഞു, ലാസ്റ്റ് ഇതിന് മുന്നത്തെ ഉള്ള വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് പറയണത്. അപ്പൊ എന്താണ് റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യണു? നമുക്ക് ഏത് ഫ്രാഗ്മെന്റ് ആണ് കോപ്പി ചെയ്യേണ്ടത് അത് കണ്ടുപിടിക്കുന്നു, അത് കട്ട് ചെയ്യുന്നു, അത് എന്നിട്ട് ഒരു വെക്ടറിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു. അങ്ങനെ ഒരു റീകോമ്പിനന്റ് DNA അല്ലെങ്കിൽ പറയുന്ന വേറെ പേരാണ് കൈമറിക് DNA എന്ന് പേരിടുന്നു. അത് എന്നിട്ട് ഒരു ഹോസ്റ്റിന്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു, ബാക്ടീരിയയുടെ ഉള്ളിൽ. ആ ഹോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് ക്ലോൺസ് അല്ലെങ്കിൽ കോപ്പീസ് ഉണ്ടാക്കുന്നു. ഫൈനലി അതിൽ നിന്നുള്ള പ്രോട്ടീൻ നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ ഇത്രയേ ഉള്ളൂ ശരിക്കും റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ. അതന്നെയാണ് വീണ്ടും ഈ ഒരു സൈക്കിളിൽ പറയുന്നത്. അതിന്റെ റെപ്രസെന്റേഷൻ ആണ്, പിക്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഇതാണ് ഡോണർ DNA. ഇതിൽ നമുക്ക് വേണ്ട സീക്വൻസ് എന്ന് പറയുന്നത് ഈ യെല്ലോ സീക്വൻസിന്റെ കോപ്പീസ് ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഇത് നമ്മൾ ആദ്യം തന്നെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്തിട്ട് ഐസൊലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. ഇനി നമ്മൾ ഇത് ഏതിലേക്കെങ്കിലും കയറ്റണം, ഒരു കാരിയർ വേണം അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ വേണം, അതിനെയാണ് വെക്ടർ. ഈ കേസിൽ പ്ലാസ്മിഡ് DNA ആണ് എടുത്തിരിക്കുന്നത്. അതിനെയും ഇതേ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്തിട്ട് ഒരു എന്താ പറയാ ഒരു അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ടാക്കി. ഇനി ഇതെടുത്തിട്ട് ഇവിടേക്ക് ജോയിൻ ചെയ്യണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈം, ലൈഗേസ് എൻസൈം. അങ്ങനെ നമുക്ക് റീകോമ്പിനന്റ് DNA കിട്ടി. കണ്ടോ, 2 സ്പീഷീസുകളുടെ DNA ആണ് ഇതിലുള്ളത്. ഇനി ഇതെന്ത് ചെയ്യുന്നു? നമ്മളൊരു ഹോസ്റ്റിന്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. ഹോസ്റ്റ് എന്ന് പറയുന്നത് ഈ കേസിൽ എന്താണ്? ഒരു ബാക്ടീരിയ ആണ്. അപ്പൊ ഇത് നോർമൽ ബാക്ടീരിയയുടെ ക്രോമസോം, പിന്നെ ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത പ്ലാസ്മിഡ് ഇതിലുണ്ടായിരിക്കും. മനസ്സിലായതാ? ഇൻട്രൊഡ്യൂസ് ഇൻ ടു ഹോസ്റ്റ് സെൽസ്. ഇനി ഈ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്ത് എത്ര എണ്ണം ഇവിടെ ഉണ്ടായി? 1 2 3 4 5 6 എണ്ണം ആയപ്പോൾ 6 എണ്ണത്തിന്റെ ഉള്ളിലും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച DNAയുടെ കോപ്പീസ് ഫോം ചെയ്തു, പ്ലാസ്മിഡ് കോപ്പീസും. ആൻഡ് നമ്മൾ ഉദ്ദേശിച്ച ആ യെല്ലോ കളർ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത ആ യെല്ലോ കളർ ഡിസൈഡിന്റെ ഒരെണ്ണം നമ്മൾ കയറ്റിയുള്ളൂ, അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 6 എണ്ണമായിട്ട് കിട്ടി. ഇങ്ങനെ 6 എണ്ണമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇതിലൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മില്യൺസ് ഓഫ് കോപ്പീസ് ആണ് കിട്ടുക. അപ്പൊ അത്രയും നമുക്ക് കിട്ടും. ഇതിപ്പോ അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത് കേട്ടോ. ആ കാര്യങ്ങൾ തന്നെയാണ് ഈ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ വെക്ടർ DNA ഉണ്ടാക്കുന്നു, ഏത് വെക്ടർ ആണോ എടുക്കണേ അതിനനുസരിച്ചിട്ട്. കണ്ടോ, ജനറേഷൻ ഓഫ്, പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ഫ്രാഗ്മെന്റ് തന്നെ റെസ്ട്രിക്ഷൻ എൻസൈം ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു പിങ്ക് ആണ് നമുക്ക് വേണ്ടത്. ആ ഫോറിൻ DNA കിട്ടി. കണ്ടില്ലേ, ഇതിൽ നമ്മൾ ഇവിടെയാണ് ഇതിനെ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ അതേ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്ത് അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിച്ച ജീനിനെ ഇതിൽ കൊണ്ട് എത്തിച്ചു. അങ്ങനെ റീകോമ്പിനന്റ് DNA ഉണ്ടാക്കുന്നു.
ഇനി നമുക്കറിയാം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് 2 തരത്തിലുള്ള കട്ടിംഗ് ആണ് ചെയ്യുന്നത്. സ്റ്റിക്കി എൻഡ് അല്ലെങ്കിൽ കൊഹിസീവ് എൻഡും ബ്ലണ്ട് എൻഡ് ലിഗേഷനുമാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കട്ട് ചെയ്തിട്ടായിരിക്കും ഇത് വെട്ടി ഒട്ടിക്കുന്നുണ്ടാവുക കേട്ടോ. അതായത് ഇവിടെ ഈ കട്ടുണ്ടല്ലോ, ഈ പ്ലാസ്മിഡിലെ കട്ടും അതുപോലെ തന്നെ ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതാണോ അതിനെ കട്ടും, അതിന്റെ രണ്ടറ്റങ്ങൾ ഒന്നില്ലെങ്കിൽ ബ്ലണ്ട് എൻഡ് ആവും അല്ലെങ്കിൽ സ്റ്റിക്കി എൻഡ് ആവും. നമ്മൾ ഏത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണോ യൂസ് ചെയ്യുന്നത് അതെങ്ങനെ കട്ട് ചെയ്യണതാണ് അതിനനുസരിച്ചിട്ടായിരിക്കും ഇവരുടെ ഈ അറ്റം എന്ന് പറയുന്നത്. എങ്ങനെയായാലും നമ്മൾ നമ്മുടെ വെക്ടറിനെ കട്ട് ചെയ്യണതും നമ്മൾ ഉദ്ദേശിക്കുന്ന ജീനിന്റെ കോപ്പി ഉണ്ടാക്കേണ്ട ജീനിനെ കട്ട് ചെയ്യണതും സെയിം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ചിട്ടായിരിക്കും. അപ്പൊ രണ്ടിലും ഒരേപോലത്തെ കട്ടായിരിക്കും ഉണ്ടാവുക. ഒന്നില്ലെങ്കിൽ സ്റ്റിക്കി എൻഡ്സ് രണ്ടിലും അല്ലെങ്കിൽ ബ്ലണ്ട് എൻഡ് രണ്ടിലും. എങ്ങനെയാണെങ്കിലും ഇവര് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇനി അടുത്തത് ഇത് ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്തത് എന്താ പരിപാടി നമ്മൾ പറഞ്ഞു, ഹോസ്റ്റിന്റെ ഉള്ളിലേക്ക് കടത്തി വിടണം. കാരണം ഇതോ ഈ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യം, നമുക്ക് അതിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് വേണം. അപ്പൊ അത് എന്ത് ചെയ്യും, റീകോമ്പിനന്റ് DNA മോളിക്യൂൾ മസ്റ്റ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു എ കോമ്പാക്റ്റബിൾ ഹോസ്റ്റ്. അവിടെ വെച്ചിട്ട് വേണം അതിന് റെപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കോപ്പീസ് ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ആ ഹോസ്റ്റിലേക്ക് കടത്തി വിടുന്ന പ്രോസസ്സിനെയാണ് ജനറ്റിക് ട്രാൻസ്ഫോർമേഷൻ. ദ ഡയറക്റ്റ് അപ്ടേക്ക് ഓഫ് ഫോറിൻ DNA ബൈ എ ഹോസ്റ്റ് സെൽ, അല്ലെങ്കിൽ നമ്മൾ മുന്നേ കണ്ടിരുന്നത് ട്രാൻസ്ഫർ ഓഫ് റീകോമ്പിനന്റ് DNA ഇൻടു എ ഹോസ്റ്റ് സെൽ ഈസ് ടേംഡ് ആസ് ജനറ്റിക് ട്രാൻസ്ഫോർമേഷൻ. ഇനി അത് ബാക്ടീരിയ ആണെങ്കിൽ, സപ്പോസ് അത് വൈറസിന്റെ ഉള്ളിലേക്കാണ് ഈ റീകോമ്പിനന്റ് DNA ഇടണമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫെക്ഷൻ. നോർമലി നമ്മൾ പഠിക്കുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ ആണ് പഠിക്കുന്നത്. ദാറ്റ് മീൻസ് ദേ ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ഹോസ്റ്റ് കോൾഡ് ബാക്ടീരിയയിലേക്കായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് ആ പിക്ചർ. കണ്ടോ, റീകോമ്പിനന്റ് ആയിട്ടുള്ള പ്ലാസ്മിഡ് ആണ്. നമ്മൾ വെക്ടറിനെ എടുത്തു, ഹോസ്റ്റിനെ എടുത്തു, ഹോസ്റ്റിലേക്ക് എൻ്റർ ചെയ്തു ദ ട്രാൻസ്ഫോംഡ് സെൽ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ സാധാരണ ഒരു ബാക്ടീരിയ ആയിരുന്നു. കണ്ടോ, ഇങ്ങനെയായിരുന്നു അത് ഇരുന്നിരുന്നത്. നമ്മൾ ഉണ്ടാക്കിയ ഫോറിൻ DNA അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കടന്നു. നൗ ദിസ് ബാക്ടീരിയ ഇസ് ടേംഡ് ആസ് ട്രാൻസ്ഫോംഡ് ബാക്ടീരിയ. കാരണം ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്തു. അതുപോലെ ഇതും ട്രാൻസ്ഫോംഡ് ആണ്. കണ്ടോ, ട്രാൻസ്ഫോംഡ് സെല്ല് എന്നാണ് പറയുന്നത്. കാരണം ഇത് കൃത്യമായി നമ്മൾ ഉണ്ടാക്കിയ റീകോമ്പിനന്റ് DNA കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ അതിനെയാണ് ട്രാൻസ്ഫോംഡ്. എന്നിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ക്ലോണിങ്. അതിൻ്റെ ഒരുപാട് കോപ്പീസ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ ക്ലോൺസ്, ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ. എന്നിട്ട് നമ്മൾ ഇതിൽ എല്ലാത്തിലും ഈ നമ്മൾ ഉദ്ദേശിച്ച സാധനം കടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യും. ചിലപ്പോൾ ചിലതിൽ ഇത് കടന്നിട്ടുണ്ടാവില്ല, ഇത് ഡിവിഷൻ നടക്കുമ്പോൾ ഇത് കടന്നിട്ടുണ്ടാവില്ല, അല്ലാതെ ചിലപ്പോൾ ബാക്ടീരിയ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇത് ഉള്ളതാണ് വേണ്ടത്. ട്രാൻസ്ഫോംഡ് സെൽസും കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ള സെൽസുമാണ് വേണ്ടത്. അപ്പൊ അത് ക്ലിയർ ആയി. ഇതാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ സ്റ്റെപ്സ്. ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കുക, മെയിനായിട്ട് ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. ഇനി വേറെ PCR, കാരണം ഇത് പണ്ട് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞില്ലേ ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് കടത്തി വിടുന്നു, കോപ്പി ഉണ്ടാക്കുന്നു. ഈ ബാക്ടീരിയയുടെ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പണിയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ കുറെ ബഫർ വേണം, കെമിക്കൽ വേണം, പിന്നെ കണ്ടാമിനേഷൻ ഒന്നും ഇമ്പ്യൂരിറ്റി ഒന്നും വരാൻ പാടില്ല. എന്തെങ്കിലും കണ്ടാമിനേഷൻ വന്നാൽ ഒക്കെ നശിച്ചു പോകും. അപ്പൊ ഈ പണി ചെയ്തത് മുഴുവൻ പോകും, പിന്നെ നമ്മൾ ആദ്യം തൊട്ട് വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ കേസസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പുതിയൊരു സയന്റിസ്റ്റ് വന്ന് അതിന് ബദലായിട്ട് വേറൊരു ടെക്നിക്ക് കണ്ടുപിടിച്ചു. അതിനെയാണ് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മറ്റേത് എങ്ങനെയാണ്, നമ്മൾ ഈ റീകോമ്പിനന്റ് DNA ബാക്ടീരിയ എന്ന് പറഞ്ഞ ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് അതിന്റെ കോപ്പി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് ഇത്തിരി ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുറേ പണിയുണ്ട്. മാത്രമല്ല നന്നായി ചെയ്യാൻ കഴിവുള്ള സയന്റിസ്റ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ക്ലോണിങ് പ്രോസസ്സ് ഭംഗിയിൽ നടക്കുള്ളൂ. അപ്പോഴാണ് അതിന് പകരമായിട്ട് കാരി മുള്ളിസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് PCR കണ്ടുപിടിച്ച്. PCR എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഇവിടെ ബാക്ടീരിയയുടെ ഉള്ളിലാണ് ഇങ്ങനെ കുറേ കോപ്പി ഉണ്ടാക്കണമെങ്കിൽ PCR ഇതെല്ലാം ഒരു ടെസ്റ്റ് ട്യൂബിലാക്കി ഒരു മെഷീൻ ഉണ്ട്, ആ മെഷീനിൽ വെച്ചിട്ട് അതിൽ സെറ്റിങ്സ് കൊടുത്തു കഴിയുമ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ ഒരുപാട് മില്യൺസ് കോപ്പി ഉണ്ടാവും. ഇപ്പുറത്തെ ക്ലോണിങ്ങിൽ മണിക്കൂറുകളല്ല ദിവസങ്ങൾ എടുക്കും. കാരണം ബാക്ടീരിയയാണ് വളർന്നു വരണം, പുതിയ ബാക്ടീരിയ ഉണ്ടാവണം, അപ്പൊ അതിനെ ഐസൊലേറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരുപാട് പണികൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നിക്കാണ് PCR. അതാണ് PCRും ക്ലോണിങ്ങും തമ്മിലുള്ള വ്യത്യാസം. എന്താ, ഇതൊരു ലബോറട്ടറി ടെക്നിക്കാണ് മെയിനായിട്ട് കോപ്പീസ് ഉണ്ടാക്കാൻ. വേറെ ഇത് ലബോറട്ടറി ടെക്നിക്ക് അല്ല, ഒരു ഓർഗാനിസത്തിന് വെച്ചിട്ടുള്ളതാണ്. മില്യൺസ് ഓഫ് കോപ്പി ഉണ്ടാക്കുന്നു, പക്ഷെ ഇവിടെ അത്രയും മില്യൺസ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഒരു ബാക്ടീരിയ ഡിവൈഡ് ചെയ്ത് ഇതുപോലെ അത്രയ്ക്ക് സ്പീഡിൽ നടക്കില്ല.
പിന്നെ ഇതിൽ ഇൻ വിട്രോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഇത് നടക്കുന്നത്, ഇൻ വിട്രോ. ഇവിടെ അങ്ങനെയല്ല, ഇൻ വൈവോ, ജീവനുള്ള ബാക്ടീരിയയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് കോപ്പീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ വേണ്ട എൻസൈമിന്റെ ഒരു പേര് വ്യത്യാസമുണ്ട്. ടാക് DNA പോളിമറൈസ് ആണ് ഇവിടെ, സാധാരണ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇതാണ് PCR. അപ്പോൾ നോർമലി നമ്മളിപ്പോൾ പഠിച്ച റീകോമ്പിനന്റ് DNA ടെക്നോളജിയിലത്തെ പ്രോസസ്സ് ക്ലോണിംഗ് ആണ്, ബിക്കോസ് വി ആർ ട്രാൻസ്ഫറിങ് ദ റീകോമ്പിനന്റ് DNA ഇൻ ടു എ ബാക്ടീരിയ ആൻഡ് ദ ട്രാൻസ്ഫോംഡ് ബാക്ടീരിയ വിൽ മൾട്ടിപ്ലൈ ആൻഡ് മൾട്ടിപ്ലൈ പ്രൊഡ്യൂസിങ് many copies of the desired gene. But in the case of PCR, the multiplication of gene of interest is not done by the bacteria. Instead, it is occurring inside the ടെസ്റ്റ് ട്യൂബ് ഓർ എപ്പൻഡോഫ് അല്ലെങ്കിൽ PCR ട്യൂബിന്റെ ഉള്ളിൽ, ഒരു മെഷീന്റെ ഉള്ളിലാണ് നടക്കുന്നത്, ഇവിടെ ലിവിങ് ഓർഗാനിസം. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഓക്കെ, അത് അടുത്ത വീഡിയോയിലായിട്ട് പറയാവും ബെറ്റർ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇപ്പം നമ്മൾ മനസ്സിലായി. അപ്പം ഇതിലിപ്പോൾ നമ്മൾ നോക്കിയത് വെക്ടറുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടർ, പിന്നെ റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ സ്റ്റെപ്സ്, പിന്നെ അവസാനം ക്ലോണിങ്ങിന് പകരം പുതുതായി കണ്ടുപിടിച്ച ഒരു ടെക്നിക്കാണ് PCR. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ.